ലോക ചരിത്രത്തിലെ ഏറ്റവും ചെറിയ യുദ്ധമായി അറിയപ്പെടുന്നത് ആംഗ്ലോ സാൻസിബാർ വാറാണ്. ഈ യുദ്ധം നടന്നത് 1896 ഓഗസ്റ്റ് 27-നാണ്. അതിശയകരമായ കാര്യം എന്തെന്നാൽ ഈ യുദ്ധം നീണ്ടുനിന്നത് വെറും 38 മുതൽ 45 മിനിറ്റ് വരെ മാത്രമാണ്. ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്തുള്ള സാൻസിബാർ എന്ന രാജ്യവും യുണൈറ്റഡ് കിങ്ഡവും തമ്മിലായിരുന്നു ഈ യുദ്ധം. സാൻസിബാറിലെ സുൽത്താൻ മരിച്ചതിനെ തുടർന്ന് ഖാലിദ് ബിൻ ബർഗാഷ് എന്ന വ്യക്തി ബ്രിട്ടന്റെ അനുമതിയില്ലാതെ അധികാരം ഏറ്റെടുത്തു. എന്നാൽ ബ്രിട്ടീഷ് സർക്കാർ തങ്ങൾക്ക് അനുകൂലനായ മറ്റൊരാളെ സുൽത്താനാക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ ഖാലിദിനോട് രാജിവെക്കാൻ ബ്രിട്ടൻ അന്ത്യശാസനം നൽകി. എന്നാൽ ഖാലിദ് അത് നിരസിക്കുകയും കൊട്ടാരത്തിൽ സൈന്യത്തെ വിന്യസിക്കുകയും ചെയ്തു. 1896 ഓഗസ്റ്റ് 27-ന് രാവിലെ ബ്രിട്ടീഷ് യുദ്ധക്കപ്പൽ സാൻസിബാർ തുറമുഖത്ത് എത്തി. അന്ത്യശാസനത്തിന്റെ സമയം അവസാനിച്ചതോടെ ബ്രിട്ടീഷ് സൈന്യം കൊട്ടാരത്തിന് നേരെ ശക്തമായ ആക്രമണം ആരംഭിച്ചു. ആധുനിക ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും കൈവശമുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ സാൻസിബാറിന്റെ പ്രതിരോധം അധികനേരം നിലനിന്നില്ല. വെറും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൊട്ടാരത്തിന്റെ വലിയൊരു ഭാഗം തകർന്നു വീണു. സാൻസിബാറിന്റെ പതാക താഴ്ത്തപ്പെട്ടതോടെ യുദ്ധം അവസാനിച്ചു. ഏകദേശം 500ഓളം സാൻസിബാർ സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. അതേസമയം ബ്രിട്ടീഷ് പക്ഷത്ത് ഒരു നാവികന് മാത്രമാണ് ചെറിയ പരിക്കുണ്ടായത്. ഈ യുദ്ധം ചരിത്രത്തിൽ ശ്രദ്ധേയമാകാൻ കാരണം അതിന്റെ ദൈർഘ്യമാണ്. പല യുദ്ധങ്ങളും വർഷങ്ങളോളം നീണ്ടുനിന്നപ്പോൾ ഒരു യുദ്ധം 1 മണിക്കൂർ പോലും തികയാതെ അവസാനിച്ചത് ചരിത്രത്തിലെ അപൂർവ സംഭവമായി മാറി. ഇന്ന് പോലും ആംഗ്ലോ സാൻസിബാർ യുദ്ധം ലോകത്തിലെ ഏറ്റവും ചെറിയ യുദ്ധമെന്ന റെക്കോർഡ് നിലനിർത്തുന്നു. ശക്തമായ സൈനിക സാങ്കേതിക വിദ്യയും രാഷ്ട്രീയ സ്വാധീനവും ഒരു രാജ്യത്തിന്റെ വിധി എത്ര വേഗത്തിൽ മാറ്റിമറിക്കാമെന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഈ സംഭവം.